വളരെ തമാശയുള്ള ഒരു കാര്യം വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് കണ്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അത് പറഞ്ഞാൽ കുറേ പേര് പറയും ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുന്നത്. എതിരൊന്നുമല്ല. ഇപ്പോൾ അവരൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നത് കണ്ടുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. നല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞത് അവരുടെ അണികൾക്ക് അവന്മാർക്കൊന്നും മനുഷ്യരോട് നന്നായിട്ട് ഇടപെടാൻ അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് അവർ അഡ്മിറ്റ് ചെയ്യുകയാണ്. കാരണം അധികാരത്തിൻ്റെ ഹുങ്ക്, അത് കാരണം അയൽക്കാരടുത്ത് ഒന്നും പെരുമാറുന്നതൊക്കെ വളരെ അഹങ്കാരത്തിലാണ്. അവർക്ക് ഇഷ്ടമുള്ളവരടുത്ത് മാത്രമേ ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറും, ഇല്ലാത്തവരടുത്തൊക്കെ വളരെ വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടി തന്നെ പെരുമാറും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നവകേരള സദസ്സിനൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടതല്ലേ, വളരെ മാതൃകാപരമായ സാമൂഹ്യ സേവനം നടത്തിയിട്ടുണ്ട് കേട്ടോ, പ്രവർത്തനം അതാണ്. അതായത് ഈ ആളുകളുടെ ചെറുപ്പക്കാരുടെയൊക്കെ തലയ്ക്ക് ചെടിച്ചട്ടിയൊക്കെ എടുത്ത് വെച്ച് അടിച്ച് തലയടിച്ച് പൊട്ടിക്കുന്നത് മാതൃകാപരമായ ഒരു സന്നദ്ധ പ്രവർത്തനമാണ്, രക്ഷാപ്രവർത്തനം എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ അതുപോലെയൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ലാത്തി കൊണ്ട് എടുത്തിട്ട് അടിച്ച് നാശമാക്കുക, അടിച്ച് എല്ലൊടിക്കുക, കുറേ എണ്ണം അങ്ങനെ ആശുപത്രിയിലൊക്കെ കിടപ്പുണ്ട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വന്നത്. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പം ഈ പാർട്ടി വളരെ അങ്ങ് പ്രതിരോധത്തിലായി. പ്രതിരോധത്തിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നേ അത് ഇനി ആ വീടുകളിൽ ചെന്ന് ഓരോരുത്തരെ ഇപ്പോൾ ഗ്രഹസന്ദർശനം നടത്തണം. കഴിഞ്ഞ തവണ ഇതുപോലെ ഗ്രഹസന്ദർശനം നടത്തി കുറേ പേരെ കുപ്പിയിലാക്കി. അങ്ങനെയാണ് ഇപ്പോൾ ഈ കയറി വന്നത് രണ്ടാമത്. അപ്പോൾ ഈ ഗ്രഹസന്ദർശനം നടത്തേണ്ടതിൻ്റെ കാരണം എങ്ങനെയാണെന്നും ഏതൊക്കെ വിധത്തിലാണെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടം ഒരു സർക്കുലറായിട്ട് അങ്ങ് ഇറക്കി. അതിനകത്ത് വളരെ രസകരമായ കാര്യങ്ങളാണ്. വീട്ടിലെ മര്യാദയോടുകൂടി ചെല്ലണം, വീടിൻ്റെ മുറ്റത്ത് നിന്നൊന്നും സംസാരിക്കരുത്, അങ്ങ് അകത്ത് കയറണം. എത്രവന്മാരെ വീട്ടുകാരെ അകത്ത് കയറ്റുമെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. കാരണം ഇതുവരെ മിണ്ടാതിരിക്കുന്നവന്മാർ ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവരെ കയറ്റുമോ? അതുകൊണ്ട് ഇവർ മനസ്സിലാക്കേണ്ടത് ആ പരിസരത്തുള്ള ഈ സഹാക്കളെ ഒന്നും അവിടെ കയറ്റാൻ പോകരുത്. ദൂരെ നിന്നുള്ള സഹാക്കളെ ഇറക്കുമതി ചെയ്യണം. കാരണം അവരെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇവർ ഇറക്കുമതി കയറ്റും, കുഴപ്പമില്ല. മാർക്സിസ്റ്റുകാരാന്ന് പറഞ്ഞാലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത് ഈ പെരുമാറ്റം എന്ന് പറയുന്നത് കണ്ടവനെ എടുത്തിട്ട് അടിക്കുക, ഇതുപോലൊക്കെയുള്ള പെരുമാറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ അടുത്തുള്ള വീട്ടിൽ കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറ്റത്തില്ല. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാവും. വീട്ടിലെങ്ങനെ കയറും? വീട്ടിനകത്ത് കയറിയിരുന്ന് സംസാരിക്കണം. പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് എതിർപ്പ് പറയരുത് കേട്ടോ. നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന മാതിരി പഠിപ്പിക്കുക. ഇതിപ്പോഴെങ്കിലും ഒരു ബോധം ഉണ്ടായല്ലോ സഖാക്കളെ ഇങ്ങനെ പഠിപ്പിക്കണമെന്ന്. ഇന്ന് വരെ ഇങ്ങനെ ഒരു ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇതിപ്പോൾ ജനങ്ങളെ കുപ്പിയിലിറക്കാനുള്ള ഒരു പുതിയ പരിപാടിയായിട്ട് ഇനി ഇറങ്ങി വന്നേക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി അന്നേരം ചോദിക്കും, ഈ പത്മകുമാറിൻ്റെ കാര്യത്തിലൊക്കെ കൊള്ളയുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെയൊക്കെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് തർക്കിക്കാനൊന്നും പോകരുത്. അവരെ ബോധവൽക്കരിക്കണം, സമാധാനമായിട്ടിരുന്ന് വൃത്തിയായിട്ടിരുന്ന് സംസാരിക്കണം. നമ്മുടെ MABB സംസാരിക്കുന്ന അതേപോലെ സംസാരിക്കണം. എന്നിട്ട് ഈ പത്മകുമാറിൻ്റെ എതിരെ നടപടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് നടപടി എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഉചിതമായ നടപടി എടുക്കും എന്ന് പറയണം. എന്തേ ഉചിതമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാ എന്നുള്ളതിനെക്കുറിച്ചൊരു സംശയം, അതിനൊരു സംശയ നിവാരണം കൂടെ നടത്തിയിട്ടുണ്ട് ആ സർക്കുലറിൽ. അതായത് കുറ്റം തെളിയിക്കുന്നവർക്ക് നടപടി വരും. ഈ കുറ്റം എങ്ങനെ തെളിയിക്കും? പണ്ടൊക്കെ MV ഗോവിന്ദനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? ഇത് കുറ്റപത്രം കൊടുത്തില്ലല്ലോ, കുറ്റപത്രം കൊടുക്കട്ടെ, കുറ്റപത്രത്തിൻ്റെ ഉണ്ടോയെന്ന് നോക്കട്ടെ. അപ്പോൾ കുറ്റപത്രത്തിൽ ഇല്ലാത്തവരായിരിക്കും ഇത്രയും നാളായിട്ട് ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് കേട്ടോ. പിന്നെ ജയിലിൽ നല്ല ഭക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. പത്മകുമാറും ഒക്കെ സുഖമായിട്ട്, വാസു, പത്മകുമാർ, വിജയകുമാർ തുടങ്ങിയ ആളുകൾ ഇപ്പോൾ, അതുപോലെ ശങ്കർദാസ്, പിന്നെ ശങ്കർദാസ് ആശുപത്രിയിലാണ്. ഇങ്ങനെയുള്ള ഇതിലെ ഈ 3 CPMകാർ ഇങ്ങനെ അത് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ പേര് നടപടി എന്ന് പറഞ്ഞാൽ ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഉചിതമായ നടപടി എടുക്കും. കുറ്റം തെളിയിക്കുന്ന മുറയ്ക്ക്. ഇപ്പം നേരത്തെ കുറ്റപത്രത്തിൽ പേരുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, കുറ്റം തെളിയിക്കണം. എവിടെ തെളിയിക്കും? കോടതി തെളിയിക്കണം. എത്ര വർഷം കഴിഞ്ഞ് കോടതി തെളിയിക്കുന്നത്? കോടതി തെളിയിക്കുന്ന മുറയ്ക്ക് വരും. കോടതി തെളിയിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞായിരിക്കും കോടതിയിൽ എടുക്കുന്ന ഈ കേസ് ഒക്കെ എടുത്തു വരുമ്പോൾ അങ്ങനെ തെളിയുന്ന മുറയ്ക്ക്
പക്ഷേ കോടതി, വിചാരണ കോടതി ഇപ്പോൾ ശിക്ഷിച്ചാൽ പറയും ഇതുപോലെ വേറെ കോടതി ഇല്ലേ? ഉടനെ അതിൻ്റെ നേരെ അപ്പീൽ കോടതി. അപ്പീൽ കോടതി എന്ന് പറഞ്ഞാൽ ജില്ലാ ജഡ്ജി വിജിലൻസ് കോടതിയാണെങ്കിൽ നേരെ ഹൈക്കോടതി. ഹൈക്കോടതി അത് ശരി വെച്ചെന്നിരിക്കട്ടെ. ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇതിന് മേളിൽ വേറെ കോടതിയില്ലേ? സുപ്രീം കോടതി ഉണ്ട്. ശരിയാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് എത്ര വർഷം എടുക്കും? അപ്പോൾ അത് ഇതിട്ട് നീട്ടാനുള്ള പരിപാടി ഇവർക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ കണ്ടാണല്ലോ ഒരു കേസിൻ്റെ നാൾ വഴികൾ. എത്ര വർഷമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിലും കിടക്കുക. എത്രയോ അഡ്ജോൺമെൻ്റായി അതിന്. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള നടപടികളാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് വിട്ടേക്കുന്നത്. പക്ഷേ എനിക്കതിനകത്തൊരു നല്ല അഭിപ്രായം തോന്നിയത്, ഇപ്പോഴെങ്കിലും മര്യാദയ്ക്ക് പെരുമാറണം എന്ന് യവന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നിയല്ലോ. യവന്മാരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നേതാക്കൾക്ക് തോന്നിയത് നല്ലൊരു കാര്യം. കാരണം ഇവർ മര്യാദയില്ലാതെ ഇടപെടുന്നു എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണല്ലോ ഈ രീതിയിൽ മുറ്റത്ത് നിന്ന് സംസാരിക്കരുത്, വീട്ടിനകത്ത് ഭവ്യമായിട്ട് സംസാരിക്കണം, തർക്കിക്കരുത്, അവരോട് തർക്കിക്കരുത്, അവർ പറഞ്ഞാൽ അതിന് എതിരൊന്നും പറയരുത്, പറയാതെ അവരെ വളരെ കാര്യമായിട്ട് ബോധവൽക്കരിച്ച് വിടണം. ഇനി അതിന് ഇത് മാത്രം പോരാ, ഇതിനൊരു ട്രെയിനിങ്ങും കൂടെ കൊടുക്കണ്ടേ? അതുകൂടെ ഒരു റിഫ്രഷർ കോഴ്സ് കൊടുക്കണം. കാരണം എങ്ങനെ ഒരാളെ ഇരുത്തിയിട്ട് എങ്ങനെ സംസാരിക്കണം, അയാൾ എന്ത് പക്ഷേ ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ വീട്ടിൽ കയറ്റാനും കൂടെ ആളുകൾ തയ്യാറാവണ്ടേ? പലരെയും വീട്ടിൽ കയറ്റത്തില്ല ആളുകൾ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ദൂരെ നിന്നുള്ള നേതാക്കളെ ഇറക്കുമതി ചെയ്യുന്നതായിരിക്കും, അല്ലെ അംഗങ്ങളെ ഇറക്കുമതി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവരെ ഇവർക്ക് അറിയത്തില്ലല്ലോ. ഇവിടെ ഇവിടെ അറിയാമല്ലോ, കാണുന്നവനെ എല്ലാം എടുത്തിട്ട് അടിക്കാനും ചീത്ത വിളിക്കാനും നടക്കുന്നത്. കാരണം പോലീസ് സ്റ്റേഷനിലൊന്നൊക്കെ അവർക്ക് പ്രൊട്ടക്ഷനാണ്. അങ്ങനെ നടക്കുന്നവരുള്ളിടത്തോളം കാലം അവിടെ വീട്ടിൽ കയറ്റുകയില്ല, പ്രശ്നമാണ്, അവരുടെ വീട്ടിൽ കയറ്റുകയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം ദൂരെ നിന്നുള്ള ആളുകളെ കൊണ്ടുവരണം. ഏതായാലും ഇവർക്ക് ഇത്രയും ബോധം ഉണ്ടായതൊരു നല്ല കാര്യം. ഇവർക്ക് വിചാരിച്ചാൽ ഇവർക്ക് നന്നാവാം എന്നുള്ളതിൻ്റെ ഒരു തെളിവായത് കേട്ടോ. ചിലപ്പോൾ അങ്ങ് നന്നായേക്കും, നമുക്കറിയില്ല. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതൊക്കെ എങ്ങനെ മറക്കിച്ചു വെക്കാൻ നോക്കും? സ്വർണ്ണക്കൊള്ള, അയ്യപ്പൻ്റെ സ്വർണം കട്ടെടുത്തുകൊണ്ട് പോയത് മറക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഫലം എന്താണെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.